ഡോക്ടർ അതേപോലെ ഇപ്പോൾ ഒരു കോടതിയുടെ വിധി വന്നിരുന്നു, വിശ്വാസികൾ അല്ലെങ്കിൽ ഭക്തർ അവർ ചില ആചാരങ്ങൾ എന്ന് പറയാൻ പറ്റൊരു അനാചാരങ്ങൾ കാരണം നമ്മുടെ പരിസരങ്ങളും പ്രത്യേകിച്ച് പുഴകളും നദികളും എല്ലാം മലിനമാകുന്നു, അതിൽ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കൾ, പൊതുവെ വസ്ത്രങ്ങൾ അതിൽ ഊരിയെറിയുന്നു. അപ്പോൾ അതിനെതിരെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇത് കേരളത്തിലെ ഇന്ത്യയിലെ വിശ്വാസികൾ, കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എല്ലാം ഇന്ത്യയിലൊട്ടൊക്കെ ഉള്ളതാണ്. ഈ വിശ്വാസികൾ ഈ പ്രകൃതിയെ അവരുടെ മതപരമായ അടയാളങ്ങളായിട്ട് സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ അടയാളമല്ല. പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ മതങ്ങളുടെ ചരിത്രം നമുക്ക് പറയാൻ പറ്റും, മതങ്ങൾ എന്തുണ്ടായത്. അപ്പോൾ മതങ്ങളോടൊക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈശ്വര വിശ്വാസങ്ങൾ, അപ്പോൾ അതെല്ലാം പിൻകാലത്ത് രൂപപ്പെട്ടതാണ്. അപ്പോൾ മതങ്ങൾ ശക്തിപ്പെടുന്ന ഭൂപ്രദേശങ്ങളിൽ ആ ഭൂപ്രദേശങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ അത് മതങ്ങളുടേതായിട്ട് രീതിയിൽ അവർ ചാർത്തി എടുക്കും അവർ. അപ്പം അങ്ങനെയാണ് ഈ നദികളെല്ലാം, ഇന്ത്യയിലെ നദികളെല്ലാം പുണ്യപ്പെട്ട നദികളായിട്ട് ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന നദികളായിട്ടെല്ലാം മാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നദീതടങ്ങളിലുണ്ടാകുന്ന സംസ്കാരമാണ്. സ്വാഭാവികമായിട്ടും നദീതടങ്ങളിലുണ്ടാകുന്ന സംസ്കാരം എന്ന് പറയുന്നത് ആ ഒരു ജനതയുടെ വൈവിധ്യമാർന്ന ജീവിത രീതിയിലേക്ക് വലിയൊരു പ്രചോദനമായിട്ടോ അല്ലെങ്കിൽ സഹായമായിട്ടോ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന രീതിയിൽ ഈ നദികളെ അവർ സ്വീകരിക്കുമ്പോഴും അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിലനിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. പല കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കാരണം കടലിനെ പോലും ബിംബവൽക്കരിച്ച് ആരാധിക്കുന്ന രീതികളാണ് കടലമ്മ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ, അതായത് നദികളെ മലിനമാക്കിക്കൊണ്ടുള്ള ഒരു രീതിയും ഈ വിശ്വാസികൾ പുലർത്തുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടേതായിട്ടുള്ള നേട്ടങ്ങളാണ്. അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കുടുംബങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു വിഭാഗങ്ങളിൽ ആ സമൂഹത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ മാത്രമാണ്. അപ്പോൾ പ്രകൃതിയോടനുബന്ധിച്ചുണ്ടാകുന്ന പുഴകളാകട്ടെ മലകളാകട്ടെ അങ്ങനെ ഉണ്ടാകുന്ന ഏതൊരു കാര്യവും അത് കാലങ്ങളോളം എല്ലാ തലമുറകൾക്കും അനുഭവിക്കാനുള്ളതും അതിനോടനുബന്ധിച്ച് ജീവിക്കാനുള്ള സാഹചര്യത്തോടനുബന്ധപ്പെട്ട് നിലനിർത്തേണ്ടതാണ്. പക്ഷേ ഈ ഒരു ബോധത്തിലേക്ക് വിശ്വാസികൾ എത്തുന്നില്ല. വിശ്വാസികളെ സംബന്ധിച്ച് അവർ ജീവിക്കുന്ന സാഹചര്യം മെച്ചപ്പെടേണ്ടതുണ്ട്, അവരുടെ ജീവിത മോക്ഷത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇത്തരം നദികളിൽ അവർ മതപരമായ കുറേ കാര്യങ്ങൾ അനുവർത്തിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ പമ്പയോടനുബന്ധിച്ചിട്ടുണ്ടാകട്ടെ അല്ലെങ്കിൽ ഈ താമ്രപർണി എന്ന് പറയുന്ന തമിഴ്നാട് ബന്ധപ്പെട്ടുണ്ടാകുന്ന നദികളാകട്ടെ, ഗംഗയോട് ബന്ധപ്പെട്ടാകട്ടെ, ഇതെല്ലാം തന്നെ മലിനമാക്കപ്പെടുകയാണ്. അപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് ഇത്തരമൊരു പുതിയൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ കോടതി വിധിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് മതത്തിൻ്റെ പേരിലാകട്ടെ വിശ്വാസത്തിൻ്റെ പേരിലാകട്ടെ ജലാശയങ്ങളെ മലിനമാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കോടതി ഇടപെടേണ്ടി വന്നു. അതായത് ഒരു സാമൂഹ്യ ബോധത്തിലേക്ക് വിശ്വാസികളെയോ സമൂഹത്തെ എത്തിക്കാൻ വേണ്ടി കോടതി വിധി വേണ്ടിവെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോഴും നമ്മൾ ആ ഒരു എന്താ പറയുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ബാർബേറിയൻ കാലഘട്ടത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് തുല്യമായ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. കാരണം പ്രകൃതി എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം തന്നെ നദികളാണ്. ആ നദികളിലെ ജലസ്രോതസ്സിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ജീവജാലങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വന്തം ആഗ്രഹം, ആ ആഗ്രഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാകും, നേർച്ചയുണ്ടാകാം, അല്ലെങ്കിൽ ഭാവിയിൽ ഇതെല്ലാം നേടണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ആ കുറച്ച് സമയത്തേക്കുണ്ടാകുന്ന ഒരു ദൈവവിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് വലിയൊരു എന്താ പറയുക ഒരു നാശത്തിലേക്ക് പ്രകൃതി എത്തിക്കുന്ന രീതിയിലേക്ക് വസ്ത്രങ്ങളോ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ പ്രകൃതിയെ പോലും ഇവർ വിലക്കെടുക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ ഭാഗം, ഹിന്ദുമതത്തെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രകൃതി. കാരണം ഹിന്ദു വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ രീതികളെല്ലാം തന്നെ പ്രകൃതിയോട് അനുബന്ധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഹിന്ദു മതത്തിലെ നിലനിൽക്കുന്ന വലിയൊരു ആശയത്തെ പോലും ഇവർ കൃത്യമായി മനസ്സിലാക്കുന്നില്ല. നദികളെ പുണ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആ നദികളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ആ നദികൾ നൽകുന്ന ഒരു സ്വീകാര്യതയുണ്ടല്ലോ, ആ സ്വീകാര്യത എന്ന് പറയുന്നത് ആ നദികൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്നുള്ള തെളിവും കൂടിയാണ്. അല്ലാതെ നമ്മുടെ പാപങ്ങൾ മാറ്റാനോ നമുക്ക് നേട്ടമുണ്ടാക്കാനോ വേണ്ടി നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങളോ നമ്മൾ അണിഞ്ഞിരിക്കുന്ന ഭസ്മങ്ങളോ ഈ നദികളിൽ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ ആ നദിയെ നമ്മൾ മലിനപ്പെടുത്തുന്നു, അതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുകയാണ്. കാരണം പരിപാവനമായി കണക്കാക്കുന്ന ഒരു നദിയെ നമ്മൾ ദൈവികമായ രീതിയിൽ തന്നെ കണക്കാക്കും, അതിനെ ഒരിക്കലും മലിനപ്പെടുത്താനോ ഇല്ലായ്മ ചെയ്യാനോ നമ്മൾ ശ്രമിക്കില്ല. അപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നദിയെ മലിനപ്പെടുത്തുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വസ്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഉപേക്ഷിക്കുമ്പോൾ ആ നദിക്ക് ഹിന്ദുമത വിശ്വാസികൾ പ്രത്യേകിച്ച് ഇത്തരം ആൾക്ക് യാതൊരുവിധ പരിഭാവനത്വം നൽകുന്നില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഗംഗയോട് ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ ഘാട്ടുകളുണ്ട്. ആ ഘാട്ടുകൾ നമ്മൾ മനസ്സിലാക്കിയത് ഗംഗയിൽ പോയി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാരണാസിയിൽ പോയി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മരണം സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നത് അതിൻ്റെ സാന്നിധ്യം, ഗംഗയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തിൻ്റെ സാന്നിധ്യമാണെന്ന്
വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് ഗംഗയെ ഇന്നും മലിനമാക്കുന്നത്. പാതി വെന്ത് കരിഞ്ഞിട്ടുള്ള ശവശരീരങ്ങൾ ഗംഗയിലൂടെ ഒഴുകുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒഴുകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശവശരീരം സ്വന്തം ഭവനത്തിലോ സ്വന്തം ഭവനത്തിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണോ നിലനിൽക്കുന്നത്, സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ കുഴിച്ചു മൂടാനോ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഗംഗ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അത് അവർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ ഗംഗ എന്ന് പറയുന്ന ഒരു വലിയ ഒരു മതത്തിൻ്റെ ഒരു ഐക്യനായിട്ട് കണക്കാക്കുമ്പോഴും ആ മതത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന വലിയൊരു ആശയമുണ്ട്. ആ ആശയത്തെ ഇവർ ഇല്ലായ്മ ചെയ്യുകയാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഗംഗയിലെ ശവങ്ങളൊക്കെ ഒഴുക്കി വിടുന്നുണ്ട് ആൾക്കാർ. അതേപോലെ തന്നെ ബോംബെയിൽ ഇതുണ്ടല്ലോ മറ്റേ വിഘ്നേശ്വര പ്രതിമ, അവരുടെ ഒരു ചടങ്ങുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇത് ആയിരക്കണക്കിന് ഈ വലിയ പ്രതിമകളും പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ അതെല്ലാം കൊണ്ട് ഈ കടൽ തീരത്തും ഈ കായലിലും എല്ലാം തള്ളുന്നുണ്ട്. അതെല്ലാം സെയിം ഇതല്ലേ ഉണ്ടാക്കുന്നത്. പരിസര മലിനീകരണം മാത്രമല്ല, അവിടെ എല്ലാം ബ്ലോക്കാകും, എല്ലാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ഈ മതവിശ്വാസത്തിൽ, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതിയെ ഉപാസിക്കുന്ന ഒരു മതവും കൂടിയാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹിന്ദുമതത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിശ്വാസമാണ് നിലനിൽക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രകൃതിയിൽ പറയുന്ന അല്ലെങ്കിൽ പ്രകൃതി എന്താണോ ആ പ്രകൃതിയെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ഹിന്ദുമതത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന പല ആശയങ്ങളും രൂപപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആധുനികമായ കുറേ ചിന്താഗതികൾ കടന്നു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒത്തൊരുമിക്കേണ്ടതുണ്ടെന്നും അതൊരു ആഘോഷകരമായിട്ട് മാറ്റേണ്ടതുണ്ടെന്ന് പറയുന്നതിനോടനുബന്ധിച്ചാണ് ഈ പറയുന്ന ബോംബെയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ, നിമഞ്ജനമെല്ലാം നടക്കുന്നത്. അപ്പോഴും ആൾക്കാർ അവരുടെ ഗുണത്തെ മാത്രമാണ് കാക്ഷിക്കുന്ന വിശ്വാസികൾ. ഒരിക്കലും അതുകൊണ്ടുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിക്കോ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിനുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവരാരും അവഗാഹമുള്ളവരല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ വിശ്വാസികളെ സംബന്ധിച്ച് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസി മറ്റു മനുഷ്യർക്കോ സമൂഹത്തിനോ ഒരു കാര്യം ചെയ്യുന്നത് അവരുടെ ഗുണം കാക്ഷിച്ച് തന്നെയാണ് അവർ ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും കാര്യം മനുഷ്യ സമൂഹത്തിനോ ആൾക്കാർക്ക് വേണ്ടി ചെയ്താൽ അതിൻ്റെ ഗുണം പരലോകത്തോ അല്ലെങ്കിൽ ഭാഗ്യമായിട്ട് ലഭിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. കാരണം വിശ്വാസിയെ സംബന്ധിച്ച്, അതായത് ഒരു മനുഷ്യൻ വിശ്വാസിയല്ലാത്ത അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് സഹജീവിയോട് കാണിക്കേണ്ട ഒരു പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത പോലും ഒരാൾ ചെയ്യുമ്പോൾ, ഒരു വിശ്വാസിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ്റെ അത്തരം പ്രവൃത്തികൾ അവൻ കാക്ഷിക്കുന്ന ഗുണത്തിനോടനുബന്ധിച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ ഗുണത്തെ നിരന്തരം കാക്ഷിക്കുന്ന ഒരു വിഭാഗമായിട്ട് വിശ്വാസികൾ മാറുന്നുണ്ട്. വിശ്വാസികളെ ഞാൻ കണക്കാക്കുന്നത്, വിശ്വാസികൾ എന്ന് പറയുന്നത് അവനവൻ്റെ ചെയ്തികളിലോ അവനവൻ്റെ ബലത്തിലോ അവൻ്റെ ബോധത്തിലോ വിശ്വാസമില്ലാത്തൊരു വിഭാഗം കൂടിയാണ് ഇവർ. കാരണം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരുടേതായിട്ടുള്ള ഗുണത്തെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.